ഹായ് 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 മക്കളെ, നിങ്ങളെല്ലാവരും കാത്തിരുന്ന 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 30 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ആ 4 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 6 ചോദ്യങ്ങളുമായിട്ടാണ് മാഷ് എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ആദ്യത്തെ ചോദ്യം, ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. എസ്.കെ. പൊറ്റക്കാടിന് ബംഗാളിലെ ഓരോ കാഴ്ചകൾ കാണുന്ന സമയത്തും അത് കേരളമാണോ എന്ന് തോന്നാൻ കാരണമായ സാഹചര്യം എന്തായിരുന്നു? ഉത്തരം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് രാത്രിയുള്ള ലൈവ് ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ശാന്തിനികേതനത്തിന് 3 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പഠന കേന്ദ്രം, 2 എന്താ പറയുക സംഗീത പഠന കേന്ദ്രം, 3 ശ്രീനികേതൻ. ഈ 3 സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ രീതികൾ എങ്ങനെയായിരുന്നു? ആ പ്രത്യേകതകൾ സെപ്പറേറ്റ് തിരിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരമായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി രാത്രിയിലെ ലൈവ് ക്ലാസ്സിലേക്ക് എത്തിച്ചേരുക. ദെൻ നെക്സ്റ്റ്, ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം? ആദ്യം തന്നെ അതിൻ്റെ ശ്രമത്തെ വിനീതമായ ഒരു ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി പറയുന്നത്. പിന്നീട് അതെന്തായി മാറുന്നു? ധീരമെങ്കിലും എളിയ ശ്രമം. വിനീതമായ ഒരു ശ്രമത്തിൽ നിന്ന് ധീരമെങ്കിലും എളിയ ശ്രമത്തിലേക്ക് എങ്ങനെ കവി മാറി? നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഉത്തരം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സെറ്റാക്കിക്കൊള്ളുക, പരീക്ഷയ്ക്ക് ചോദിക്കും. ദെൻ നെക്സ്റ്റ്, വണ്ടിക്ക് അടുത്തെത്തിയതും അർബാബ് എൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് വണ്ടിയുടെ പിറകിലെ തുറന്ന ഭാഗത്തേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു. ആ നിലവിളി അർബാബിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന പേടി. ഈ പാഠഭാഗങ്ങൾ വിശകലനം ചെയ്ത് അർബാബിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അർബാബിനെ കുറിച്ചുള്ള ഒരു കഥാപാത്ര നിരൂപണം മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം സെറ്റാക്കുക. ദെൻ നെക്സ്റ്റ്, ഞാൻ ആരിൽ നിന്നൊക്കെയോ കേട്ടറിഞ്ഞ ഗൾഫ് ഇങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണ്. ഈ പാഠഭാഗങ്ങളും മറ്റ് സന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി നജീബ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1 നജീബ്, 2 അർബാബ്. 2 പേരുടെയും കഥാപാത്ര നിരൂപണത്തിൽ എന്തെല്ലാം പോയിന്റുകൾ കൊണ്ടുവരണം? കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ ലൈവിലെ പാഠസംഗ്രഹത്തിൽ നിങ്ങൾ നോക്കുക. അവരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൃത്യമായിട്ട് കടന്നു വരും, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ്, പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. എസ്.കെ. പൊറ്റക്കാട് അവതരിപ്പിക്കുന്ന പ്രകൃതി ഭംഗി കേരളത്തിൽ ഇന്നും കാണാൻ കഴിയുന്നുണ്ടോ? അത് നിങ്ങളുടെ സ്വന്തമായ നിരീക്ഷണങ്ങളാണ്. നിങ്ങൾ ചുറ്റുപാട് നോക്കുമ്പോൾ എസ്.കെ. പൊറ്റക്കാട് ബംഗാളിൽ എന്തുകൊണ്ടാണോ മലയാളത്തെ കണ്ടത്, അങ്ങനെ ഒരു മലയാളം ഇന്ന് കേരളത്തിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് നിങ്ങളെ നിരീക്ഷണക്കുറിപ്പ് എഴുതുക. ഈ പറയപ്പെട്ട 6 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരത്തെ ലൈവ് ക്ലാസ്സിനകത്താണ്. മക്കൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിനകത്തേക്ക് ഒട്ടും വൈകാതെ കൃത്യസമയത്ത് എത്തിച്ചേരുക. ഓക്കെ, താങ്ക് യു.